നമ്മളിന്നിവിടെ ഇന്നത്തെ സുപ്രഭാതം നല്ല ഒരു ഉണർവോടുകൂടി എല്ലാവരെയും കാണാനും കേൾക്കാനും സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ചെയ്യുന്ന എക്സസൈസ് 20 മിനിറ്റാണ്. നമ്മൾ ഈ പ്രൊഫഷണൽ സ്റ്റുഡൻസിനൊക്കെ ക്ലാസ് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ 10 മിനിറ്റ് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് 10 മണിക്കൂർ വർക്കൗട്ട് ചെയ്യാം. അതായത് റെക്കോർഡ് ബാക്കി കാര്യങ്ങൾ എല്ലാം കൂടി ആയിട്ട് 10 മണിക്കൂർ കൊണ്ട് പോലും നിങ്ങൾക്ക് 10 മിനിറ്റ് കൊണ്ട് പറയുന്ന കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മൾ ഈ 20 മിനിറ്റ് കൊണ്ട് നേടിയെടുക്കുന്ന ഈ ആർജവം ഒരു ദിവസത്തിൽ 24 മണിക്കൂർ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ബിസിനസ്സിലും എല്ലാത്തിലും നമുക്ക് ആ എനർജി ലെവൽ വർക്കൗട്ടായി വരണമെന്നുണ്ടെങ്കിൽ ഈ 20 മിനിറ്റ് മാത്രം മതി. എത്ര വളരെ സിമ്പിളായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇത് വളരെ ശാസ്ത്രീയമാണ്, ലളിതമാണ്. മരുന്നുകൾ കഴിച്ച് പാർശ്വഫലങ്ങൾ ഉണ്ടാകുന്ന പോലെ ഇതിന് പാർശ്വഫലവുമില്ല. അപ്പൊ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോളി. അപ്പൊ നമ്മൾ ഈ മെക്സവൻ ഹെൽത്ത് ക്ലബ്ബ് മുന്നോട്ട് വയ്ക്കുന്ന ഈ വ്യായാമ മുറകള് കൃത്യനിഷ്ഠതയോടുകൂടി നമ്മൾ പരിശീലിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ഇപ്പോഴും വളരെ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ടുണ്ട്. എത്ര ദൂരത്തിലാണോ നമ്മൾ, എത്ര ദൂരത്തിലാണോ ആറ്റക്കിളിയുടെ നോക്കും പറച്ചേലും പുഞ്ചിരിയും. ഇതിനെ നിർത്തുകയാണ്, ഞാൻ തുടങ്ങി വെച്ചതേ ഉള്ളൂ. ഇത് പറയാൻ കാരണം നമ്മള് ജനിച്ചു കഴിഞ്ഞ് ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, ഈ 4-5 ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന നമ്മൾ ഓരോരുത്തരും വാർദ്ധക്യാവസ്ഥയിൽ എത്തുമ്പോൾ നമ്മുടെ ഓരോ ആഗ്രഹങ്ങളും, കഴിഞ്ഞുപോയ നല്ല നിമിഷങ്ങളും, സുഖങ്ങളും ദുഃഖങ്ങളും, നമ്മുടെ മക്കളുമാരും നമ്മുടെ എല്ലാ സാഹചര്യങ്ങളും നമ്മളിൽ നിന്ന് എത്രയോ അകലെയാണെന്ന് നമുക്കൊരു തോന്നണം. നമ്മൾ ഈ മെക്സവനിലൂടെ നമ്മൾ ഈ ആർജിച്ചെടുക്കുന്ന ഈ ആർജവം നമ്മള് വൈകാരിക വരുന്ന സമയത്ത് ഓർമ്മിക്കപ്പെടാൻ പറ്റുന്ന ഒരു നല്ല നിമിഷങ്ങളുടെ കൂട്ടത്തിൽ നമ്മുടെ ഈ മെക്സവൻ പരിശീലനം നമുക്ക് ഉപയോഗപ്പെടും എന്നാണ് എനിക്ക് ആത്മാർത്ഥമായിട്ട് പറയാനുള്ളത്. നമ്മൾ ഇവിടെ പറഞ്ഞതും ഇവിടെ കേട്ടതും നമ്മൾ പരസ്പരം പങ്കുവച്ചതുമായിട്ടുള്ള ഒരുപാട് ഓർമ്മകൾ ഞാൻ ഈ പറഞ്ഞ 4 ഘട്ടങ്ങളിലൂടെയും നമുക്ക് കടന്നുപോയി നമുക്ക് നല്ല മനസ്സിന് ഉണർവ് നൽകുന്ന ഒരു ഓർമ്മകളായിട്ട് നമുക്ക് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ജീവിതത്തിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന സമാധാനം നമുക്ക് അരമണിക്കൂർ കൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ ഇതിനപ്പുറം നമുക്ക് വേറെ എന്താണ് നമുക്ക് നേടാനുള്ളത്? നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി, നമ്മൾ ഇവിടെ വരുന്നത് പോലെ നമ്മുടെ മക്കളമാർക്കും നിങ്ങൾ ഇത് ഉദ്ബോധനം കൊടുക്കണം. പ്രധാനമായിട്ടും വെയിറ്റ് എക്സസൈസിൽ അവരെ ഫോക്കസ് ചെയ്യിപ്പിക്കണം. നമ്മൾ ഈ ചെയ്യുന്ന ഇന്നിപ്പം നമ്മുടെ അംബാസഡറായ, അതായത് പടത്തലവൻ തന്നെ പടം നയിക്കുന്നത് പോലെ നമ്മൾ വളരെ അനുസരണയോടുകൂടി അദ്ദേഹത്തിന്റെ പിന്നിൽ നിന്ന് ഈ വ്യായാമ മുറകൾ പരിശീലിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഉണർവ് വേറൊരു വൈബ് തന്നെയാണ്. കാരണം ഈ നെക്ക് റൊട്ടേഷനിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന ഒരു ഉണർവ് എന്ന് പറഞ്ഞാൽ ആർക്കും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മുടെ മക്കളുമാരോട് പറയണം, നെക്ക് റൊട്ടേഷൻ, ബ്രീത്തിങ് എക്സസൈസ്, മെഡിറ്റേഷൻ, ഇതെല്ലാം പരിശീലിപ്പിക്കണം നമ്മുടെ മക്കൾക്കും. അല്ല നമുക്ക് മാത്രം നല്ല കാര്യങ്ങൾ കിട്ടിയാൽ പോരാ, നമ്മുടെ മക്കൾക്കും വീട്ടിലുള്ള മറ്റുള്ള സ്ത്രീകൾക്കും ഒക്കെ പറഞ്ഞു കൊടുക്കാറുള്ളത് മാനസികാവസ്ഥയിൽ എത്തുമ്പോഴാണ് നമ്മൾ ഈ ഹെൽത്ത് ക്ലബ്ബ് കൊണ്ട് നമ്മൾ നേട്ടം കൈവരിക്കാൻ സാധിക്കുക. അതുകൊണ്ടിട്ട് ഒരുപാട് അസുഖങ്ങൾക്ക് തന്നെ നമുക്ക് ഈ മെഡിറ്റേഷനിലൂടെയും ബ്രീത്തിങ് എക്സസൈസിലൂടെയും നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ, അതുപോലെ തന്നെ മൈഗ്രെയിൻ തുടങ്ങിയ ഹെഡേക്ക് ഒക്കെ ഈ മെഡിറ്റേഷനിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഓർമ്മക്കുറവ് ഒരു 80% നമുക്ക് ഈ മെഡിറ്റേഷനിലൂടെയും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നുള്ളതാണ്. പലർക്കും പല രീതിയിലാണ് നമ്മൾ ഓർമ്മകൾ പ്രായം കൂടുന്നതിനനുസരിച്ച് ഓർമ്മകൾ മാറി മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ഓർമ്മയില്ലാത്ത അവസ്ഥയെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ മനുഷ്യനല്ലാതായി തീരുന്ന ഒരു അവസ്ഥ വരും. അൽഷിമേഴ്സ് പോലുള്ള രോഗങ്ങൾ വരുന്നത് ആ രീതിയിൽ പെടുന്നതാണ്. അപ്പൊ അതുകൊണ്ടിട്ട് ഞാൻ കൂടുതലൊന്നും ദീർഘിപ്പിക്കുന്നില്ല. അംബാസഡർ ബാവ എന്നെ മയക്കേൽപ്പിച്ചുകൊണ്ട് അത് ഞാൻ ദുരുപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നില്ല. ഞാൻ എപ്പോഴും എന്റെ ഒരു അവസ്ഥ ഞാൻ പറയുകയാണ്. കാരണം എന്റെ കാര്യം ഞാൻ